വെൽക്കം ടു SB കിച്ചൺ. ഇന്നിവിടെ ഞങ്ങൾ തയ്യാറാക്കാൻ പോകുന്നത് പൂവൻപഴം കൊണ്ടുള്ള ഒരു ഹൽവയാണ്. ഇത് നിങ്ങൾ ആദ്യമായി കാണുന്ന ചാനലാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. ഇതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. 1 കിലോ പൂവൻപഴമാണ് എടുത്തിട്ടുള്ളത്. 2 ടേബിൾ സ്പൂൺ പഞ്ചസാര, 200 ഗ്രാം ശർക്കര, ആവശ്യമായ പശുനെയ്യ്, 6 ഏലക്കായ പൊടിച്ചത്, 10 ബദാം പരിപ്പാണ് എടുത്തിട്ടുള്ളത്. ഇത്രയുമാണ് ഇതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ്. ഇതിന് നിങ്ങൾക്ക് ബദാം പരിപ്പ് അല്ലെങ്കിൽ അണ്ടിപ്പരിപ്പ് ഉപയോഗിക്കാം. ഇനി ഇതെങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ഇനി നമുക്ക് ചെറുപഴം തൊലി കളഞ്ഞ് മിക്സിയിലിട്ട് നന്നായി അരച്ചെടുക്കാം. അതിനുശേഷം എടുത്തു വെച്ച ശർക്കര പാനിയാക്കി വെക്കാം. ചീനച്ചട്ടി അടുപ്പിൽ വെച്ച് ചൂടായിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അടിച്ചെടുത്ത പഴം ഇട്ട് കൊടുക്കാം. അടിച്ചെടുത്ത പഴം ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കുറുകി വരുന്നത് വരെ ഇളക്കിക്കൊണ്ടിരിക്കാം. പഴം കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഉരുക്കി വെച്ച ശർക്കര പാനി പകുതി ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ നെയ്യും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് കുറച്ചും കൂടി കുറുകി വരണം. അതുവരെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. ഇനി ബാക്കിയുള്ള ശർക്കര പാനിയും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് കുറുകി വരുന്നത് വരെ ഇനി ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. ഇത് പാത്രത്തിൽ നിന്ന് വിട്ടു വരുന്നത് വരെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. ഇനി ഇതിലേക്ക് എടുത്തു വെച്ച 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇതിൽ ശർക്കരയുടെ കുത്തൽ മാറുവാൻ വേണ്ടിയിട്ടാണ് പഞ്ചസാര ചേർക്കുന്നത്. ഇതിലേക്ക് ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കുക. ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ നെയ്യും കൂടി ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുത്ത് നന്നായി ഇളക്കുക. ഇത് ഏകദേശം ആവാറായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നെയ്യിൽ വറുത്ത് വെച്ച ബദാം പരിപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം.
ഇനി ഇതിൽ നിന്നും എണ്ണ ഊറി വരുന്നത് വരെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. നെയ്യിൽ നിന്നും ഇത് നന്നായി വിട്ടു വന്നിട്ടുണ്ട്. ഗ്യാസ് ഓഫ് ചെയ്ത് ഇനി നമുക്കിത് ഒരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം. ഇനി ഒരു പ്ലേറ്റ് എടുത്ത് അതിലേക്ക് നെയ്യ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. പ്ലേറ്റിൽ നെയ്യ് സ്പ്രെഡ് ചെയ്തതിന് ശേഷം ഹലുവ പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുത്ത് ലെവലാക്കി എടുക്കാം. അങ്ങനെ ഇവിടെ പൂവൻപഴം കൊണ്ടുള്ള ഹലുവ റെഡി ആയിരിക്കുന്നു. ഇത് തണുത്തതിന് ശേഷം നമുക്ക് മുറിച്ച് സെർവ് ചെയ്യാം. ഹലുവ തണുത്ത് വന്നിട്ടുണ്ട്. ഇത് ഇനി മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഹലുവ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റിയിരിക്കുന്നു. ഇനി ഇത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഹലുവ ഇവിടെ മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇത് പാകത്തിന് ആയി വന്നിട്ടുണ്ട്. ഇത് കൈക്കൊന്നും ഒട്ടിപ്പിടിക്കില്ല. വെറും അരമണിക്കൂർ കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഹലുവയാണ്. ഈ മധുരപലഹാരം നിങ്ങൾക്കും വീട്ടിൽ തന്നെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്നതാണ്. കുഞ്ഞുങ്ങൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെട്ടൊരു പലഹാരമാണ്. ഈ റെസിപ്പി നിങ്ങളും ട്രൈ ചെയ്ത് നോക്കണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ ഞങ്ങളിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്.